കല്ലിടൽ തുടരുന്നു, പ്രതിഷേധവും. സിൽവർ ലൈൻ പദ്ധതിക്കായി കേരയിൽ കല്ലിടൽ നടപടികൾ പുനരാരംഭിച്ചു. കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായി. ഉദ്യോഗസ്ഥർ നാട്ടിയ കല്ലുകൾ നാട്ടുകാർ പിഴുതെറിഞ്ഞു. പ്രതിഷേധം കനത്തപ്പോൾ ഉച്ചയോടെ സർവേ നടപടികൾ നിർത്തിവച്ചു. അപ്രതീക്ഷിതമായാണ് കോട്ടയം കുഴിയാലിപ്പടിയിൽ കേരയിൽ കല്ലിടാൻ ഉദ്യോഗസ്ഥരെത്തിയത്. വൻ പോലീസ് സന്നാഹത്തിലായിരുന്നു നടപടികൾ. 12 കല്ലുകൾ ഉദ്യോഗസ്ഥർ സ്ഥാപിച്ചു. അപ്പോഴേക്കും നാട്ടുകാർ സംഘടിച്ചെത്തി. ഇതോടെ സംഘർഷമായി. 12 കല്ലുകളും നാട്ടുകാർ പിഴുതെടുത്തു. ഒരെണ്ണം മീനച്ചിലാറ്റിലെറിഞ്ഞു. മറ്റൊന്ന് പെരുമ്പായിക്കാട് വില്ലേജ് ഓഫീസ് വളപ്പിൽ സ്ഥാപിച്ചു. നാട്ടുകാർ സ്ഥാപിച്ച കല്ല് പോലീസ് പിഴുതുമാറ്റി. എറണാകുളം, പിറവം അടക്കമുള്ള സ്ഥലങ്ങളിൽ കല്ലിടുമെന്നായിരുന്നു ആദ്യ സൂചന. ഇതനുസരിച്ച് നാട്ടുകാർ ഈ പ്രദേശങ്ങളിൽ സംഘടിച്ചു. എന്നാൽ ഇവരുടെ കണ്ണുവെട്ടിച്ച് തിരുവാണിയൂർ മാമലയിലെത്തിയ ഉദ്യോഗസ്ഥർ ഏരിയൽ സർവേ തുടങ്ങി. ഇതറിഞ്ഞ് നാട്ടുകാർ ഓടിയെത്തിയതോടെ സംഘർഷമായി. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും മാമലയിലെത്തി. പ്രതിഷേധം ശക്തമായതോടെ കല്ലിടൽ നടപടികൾ നിർത്തിവെച്ചു. ഇതൊക്കെ പ്രതിരോധിക്കാനും ഇതില്ലായ്മ ചെയ്യാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. എന്നുകൂടി വരും ദിവസങ്ങളിൽ ഈ ഗവൺമെന്റ് കാണാൻ പോകുന്നുള്ളൂ. ഈ ഗവൺമെന്റിന്റെ അന്ത്യമായിരിക്കും കാണാൻ പോകുന്നത്. ഉദ്യോഗസ്ഥർ തിരിച്ചു പോകാൻ തയ്യാറാകാതെ വന്നതോടെ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥാപിച്ച 5 അതിരടയാളക്കല്ലുകൾ പിഴുതെറിയുകയും ചെയ്തു. പ്രതിഷേധക്കാരുടെ കണ്ണുവെട്ടിച്ച് കല്ലിടാനായിരുന്നു ഉദ്യോഗസ്ഥരുടെ നീക്കം. എന്നാൽ പിഴുതെടുത്ത കല്ലുകൾ തോട്ടിലെറിഞ്ഞാണ് സമരക്കാർ പ്രതികരിച്ചത്. കോട്ടയത്തു നിന്നും ജി ശ്രീത്തിനൊപ്പം MS അനീഷ് കുമാർ, ന്യൂസ് 18 കൊച്ചി. സിൽവർ ലൈൻ പദ്ധതിക്ക് അംഗീകാരം നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി. 1000 കോടി രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ആവശ്യമാണ്. പദ്ധതിക്ക് കേരളം സമർപ്പിച്ച DPR അപൂർണമാണ്. വിദേശ വായ്പയുടെ കാര്യവും പരിശോധിക്കേണ്ടതുണ്ട്. സാമ്പത്തിക സാങ്കേതിക വശങ്ങൾ പരിശോധിക്കണമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. സിൽവർ ലൈന് കേന്ദ്ര അനുമതി നൽകിയില്ലെങ്കിൽ സംസ്ഥാനം മറ്റ് പോംവഴി നോക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കേരളത്തിലെ BJPക്കാരുടെ അഭിപ്രായമാണ് V മുരളീധരൻ പറഞ്ഞത്. അത് പ്രധാനമന്ത്രിയുടെ അഭിപ്രായമല്ല. കോലിബി സഖ്യത്തിന്റെ ഭാഗമാണ് സിൽവർ ലൈൻ പ്രതിഷേധമെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. സമരത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുണ്ടെന്ന ആരോപണം ആവർത്തിച്ച് മന്ത്രി സജി ചെറിയാൻ. കൊടുവല്ലൂരിൽ LDF സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു സജി ചെറിയാൻ. തുടർഭരണം വരില്ലെന്ന് വിചാരിച്ചപ്പോൾ അത് വന്നു. എന്നാൽ പിന്നെ ഇനി ഞങ്ങള് ഒന്നിച്ചങ്ങോട്ട് പോവുക. ഞങ്ങള് BJPയും കോൺഗ്രസും SUCIയും വെൽഫെയർ പാർട്ടിയും SDPIയും ഞങ്ങളെല്ലാം ഒറ്റ തോണിയിൽ സഞ്ചരിക്കുന്നത്. സകല ഇടതുപക്ഷ വിരുദ്ധന്മാരും വിമോചന സമരകാലത്ത് ഇറങ്ങിയതുപോലെ ഇറങ്ങാൻ തീരുമാനിച്ചു. അതല്ലേ കൊളക്കട പഞ്ചായത്തിൽ കണ്ടത്, നമ്മുടെ കൊടുവല്ലൂരിൽ കണ്ടത്. പാവപ്പെട്ട ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ മുന്നിൽ നിർത്തി അവരുടെ കള്ളം പറഞ്ഞ് പോലീസിന്റെ മുമ്പിൽ അവരെ ഇറക്കിവിട്ട് പോലീസുമായി ഏറ്റുമുട്ടാൻ ഉള്ള പരിശ്രമമല്ലേ സംഘടിതമായി നടത്തിയത്? അത് വിജയിച്ചില്ല. സിൽവർ ലൈനായുള്ള കല്ലിടൽ സംബന്ധിച്ച് സർക്കാർ വകുപ്പുകൾക്കിടയിൽ ആശയക്കുഴപ്പം. കല്ലിടാനുള്ള തീരുമാനത്തിന് പിന്നിൽ റവന്യൂ വകുപ്പല്ലെന്ന് മന്ത്രി K. രാജൻ വ്യക്തമാക്കി. കേരളിന്റെ നിർദ്ദേശപ്രകാരമല്ല കല്ലിടുന്നതെന്ന മാധ്യമ വാർത്തകൾ നിഷേധിച്ച് കേരയിൽ കോർപ്പറേഷനും രംഗത്തെത്തി. കല്ലിടുന്നത് ആരെന്ന് വ്യക്തമാക്കണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പരിഹാസം.
സാമൂഹികാഘാത പഠനത്തിനായുള്ള കല്ലിടലിനെതിരെ കേരളമെങ്ങും പ്രക്ഷോഭം പടരുകയാണ്. കല്ലിടാനുള്ള തീരുമാനത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന തരത്തിലുള്ള കേരയിൽ കേന്ദ്രങ്ങൾ നടത്തിയ പ്രചരണമാണ് പുതിയ വിവാദം. ഇതോടെ കല്ലിടലിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം റവന്യൂ വകുപ്പിനായെന്നാണ് ആരോപണം. എന്നാൽ റവന്യൂ മന്ത്രി ഇത് തള്ളി. റവന്യൂ വകുപ്പിനെ പഴിചാരുന്ന കേരയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ മന്ത്രിയുടെ കടുത്ത വിമർശനം. റിക്വസിഷനിങ് ഏജൻസി പറയുന്നതനുസരിച്ച് അവർക്കാവശ്യമായ ഉദ്യോഗസ്ഥരെ റവന്യൂ വകുപ്പ് നൽകുകയും അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുകയാണ് ചെയ്യുന്നത്. ഇതാണ് കേരളത്തിന്റെ നിലവിലുള്ള നിയമം. അത് ബന്ധപ്പെട്ട ആളുകൾക്കറിയാം. കേരളിന്റെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റ് ഇരിക്കുന്ന ആളുകൾ ഇങ്ങനെ ഉത്തരവാദിത്തരഹിതമായിട്ടുള്ള ഒരു അഭിപ്രായം പറയും എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ നിലവാരത്തിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥന്മാർ അതിന് മറുപടി കൊടുക്കും. പിന്നാലെ വിശദീകരണവുമായി കേരയിൽ അധികൃതരും രംഗത്തു വന്നു. കല്ലിടുന്നതിന്റെ ഉത്തരവാദിത്തം തങ്ങൾ ഒഴിഞ്ഞിട്ടില്ലെന്നാണ് വിശദീകരണം. മാധ്യമ വാർത്തകൾ നിഷേധിച്ചു. സിൽവർ ലൈൻ പദ്ധതി സംബന്ധിച്ച് സർക്കാർ കേന്ദ്രങ്ങളിൽ തുടരുന്ന ആശയക്കുഴപ്പം പ്രതിപക്ഷവും ആയുധമാക്കുകയാണ്. മുഴുവൻ ആശയക്കുഴപ്പവും ദുരൂഹതയും നിറഞ്ഞ ഒരു പദ്ധതിയായി ഇത് മാറിയിരിക്കുകയാണ്. വകുപ്പുകൾ തമ്മിൽ കോർഡിനേഷൻ ഇല്ല, മന്ത്രിമാർ തമ്മിൽ കോർഡിനേഷൻ ഇല്ല, മുഖ്യമന്ത്രിയും റെയിൽ കോർപ്പറേഷൻ തമ്മിൽ കോർഡിനേഷൻ ഇല്ല. സാമൂഹികാഘാത പഠനത്തിനായി കല്ലിടേണ്ടതില്ലെന്ന വാദം ഉയരുന്നുണ്ട്. സർക്കാർ ഏറെ പഴി കേൾക്കുന്ന നീക്കത്തിൽ ആശയക്കുഴപ്പം വ്യക്തമാണ്. ഭരണമുന്നണിയിൽ നിലനിൽക്കുന്ന അഭിപ്രായവ്യത്യാസം സർക്കാർ തലത്തിലെത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയിലാണ് മുന്നണി നേതൃത്വം. ന്യൂസ് 18 തിരുവനന്തപുരം. കല്ലിടൽ നടത്തുന്നത് കേരളയിലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സാമൂഹ്യാഘാത പഠനത്തിനുള്ള കല്ലിടലാണ് ഇപ്പോൾ നടക്കുന്നത്. അത് റവന്യൂ വകുപ്പ് അറിയണം എന്നില്ല. ഭൂമി ഏറ്റെടുക്കുമ്പോൾ റവന്യൂ വകുപ്പ് അറിഞ്ഞാൽ മതി. CPIയുടെ അഭിപ്രായം പറയേണ്ടത് CPI സെക്രട്ടറിയാണ്. പദ്ധതിയോട് അവർക്ക് എതിർപ്പുണ്ടെങ്കിൽ CPI സെക്രട്ടറി പറയുമെന്നും കോടിയേരി പറഞ്ഞു. റവന്യൂ വകുപ്പിൻ്റെ ചുമതല വരുന്നത് ഭൂമി ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ മാത്രമാണ്. ഇപ്പോൾ സാമൂഹ്യാഘാത പഠനത്തിനുള്ള കല്ലിടലാണ് നടക്കുന്നത്. ഭൂമി ഏറ്റെടുക്കൽ ഉള്ള റവന്യൂവിൻ്റെ കല്ലിടലല്ല ഇപ്പോൾ നടക്കുന്നത്. സാമൂഹ്യാഘാത പഠനത്തിൻ്റെ ഭാഗമായിട്ട് കല്ലിടുന്നത് കേരള കോർപ്പറേഷനാണ് കല്ലിടുന്നത്. അത് ശേഷം മാത്രമേ റവന്യൂ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടെന്ന പ്രശ്നം വരുന്നുള്ളൂ. അതാണ് റവന്യൂ വകുപ്പ് മന്ത്രി ഉദ്ദേശിച്ചിട്ടുള്ളത്. റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞത് ശരിയാണ്. കാരണം റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഇടപെടൽ പിന്നീടാണ് വരുന്നത്. സാമൂഹ്യാഘാത പഠനത്തിന് ശേഷം ഭൂമി ഏറ്റെടുക്കേണ്ട കാര്യം വരുമ്പോൾ അതാണ് റവന്യൂ വകുപ്പിനെ ഏൽപ്പിക്കുക. ആ സന്ദർഭത്തിലുള്ള കാര്യമാണ് റവന്യൂ വകുപ്പ് ചെയ്യേണ്ടത്. ഇപ്പോൾ ചെയ്യുന്നത് മുഴുവൻ കേരളയിൽ കോർപ്പറേഷനാണ് ചെയ്യുന്നത്. സ്വത്ത് സമ്പാദന വിവാദത്തിൽ സജി ചെറിയാൻ മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ 32 ലക്ഷം രൂപയുടെ സ്വത്തെന്ന് കാണിച്ചത് ഇപ്പോൾ എങ്ങനെ 5 കോടിയായെന്നും സതീശൻ ചോദിച്ചു. 8 മാസം മുമ്പ് നടന്ന ഇലക്ഷനിൽ 32 ലക്ഷം രൂപയുടെ സ്വത്തുള്ളെന്ന് അഫിഡവിറ്റ് കൊടുത്തിട്ട് നിങ്ങളോടെല്ലാവരും അദ്ദേഹം പറഞ്ഞു എനിക്ക് 5 കോടി രൂപയുടെ സ്വത്തുണ്ടെന്ന്. അപ്പോൾ ഒന്നുകിൽ ആ അഫിഡവിറ്റ് വ്യാജമാണ്, തെറ്റായ അഫിഡവിറ്റാണ്, അല്ലെങ്കിൽ അദ്ദേഹം അതിനുശേഷം ഈ 32 ലക്ഷത്തിൽ നിന്ന് 5 കോടിയിലേക്കുള്ള സ്വത്ത് സമാഹരിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയാൽ മതി. ഞാൻ ഒരു മന്ത്രിയെക്കുറിച്ചൊന്നും ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആവശ്യമില്ലാതെ ആരോപണമൊന്നും ഉന്നയിക്കുന്നില്ല. പക്ഷേ ഇത് അദ്ദേഹം വ്യക്തമാക്കണം. അദ്ദേഹം തന്നെ കയറി പിടിച്ചാണ് ഇതുമ്മ. സ്വത്ത് വിവാദത്തിൽ മറുപടിയുമായി മന്ത്രി സജി ചെറിയാൻ ആരോപണം തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. പൊതുപ്രവർത്തനത്തിന്റെ പേരിൽ ആരുടെയും പക്കൽ നിന്ന് ചായ പോലും വാങ്ങി കുടിച്ചിട്ടില്ല. പിതാവ് നൽകിയ സ്ഥലത്ത് ലോൺ എടുത്താണ് വീട് നിർമ്മിച്ചത്. തന്റെ കാലശേഷം സകല സമ്പാദ്യങ്ങളും കരുണ പാലിയേറ്റീവിന് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കരുണ പാലിയേറ്റീവിന്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചവർക്ക് നന്ദി വേണമെന്നും മന്ത്രി പറഞ്ഞു. ഇത്രയും ദീർഘകാലത്തെ എന്റെ പൊതുപ്രവർത്തനയിൽ ഒരുത്തിന്റെ ഒരു കടിഞ്ചായ എനിക്ക് വാങ്ങിക്കേണ്ടി വന്നില്ല. അത് ഞാൻ സ്വീകരിച്ചു. എന്റെ സകല സമ്പാദ്യവും എന്റെ ഭാര്യയുടെ കൊണ്ട സമ്പാദ്യവും എത്രയുണ്ടോ അതെല്ലാം ഞാൻ ചെയർമാനായ കരുണ പാലിയേറ്റീവിന് കൊടുക്കാൻ തീരുമാനിച്ചു. ഞാനത് ലോകത്തോട് പറഞ്ഞില്ല, കാരണം എനിക്ക് അതിൽ ക്രെഡിറ്റ് ഒന്നും വേണം. ഞാൻ ജനിച്ചത് നല്ല ഒന്നാം തരം ഒരു സാമ്പത്തിക അടിത്തറ കുടുംബത്തിലാണ്. എന്റെ അടിത്തറയുള്ള സാമ്പത്തിക അടിത്തറ കുടുംബത്തിൽ നിന്ന് എനിക്കിതിനും ആവശ്യമില്ല. എന്റെ രാഷ്ട്രീയ വളർച്ചയിൽ ഞാൻ വിചാരിച്ചതിനപ്പുറം എന്റെ പാർട്ടി എന്നെ സംരക്ഷിക്കും. എന്നെ എത്ര പേരും ചീത്ത വിളിച്ചോളാം, പക്ഷെ കരുണയൊന്നും പറയരുത്. കാരണം അതേ തൊട്ടവനൊന്നും പിന്നെ രക്ഷപ്പെട്ടിട്ടില്ല. ഞാൻ ഉറപ്പിച്ചാൽ പറയുക, അതൊരു എന്താ പറയുന്നത്, ഒരു ദൈവികമായ നിമിത്തമാണ്. അത് നടക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നവരല്ല. ഇന്ന് 20 ഏക്കറോളം സ്ഥലവും നിലവുമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പാലിയേറ്റീവ് പ്രസ്ഥാനം. അങ്ങനെയാണെങ്കിൽ അതിനൊരു സത്യത്തിന്റെ മുഖമുള്ളത് കൊണ്ടാണ്, അതിൽ 1 രൂപയുടെ അനാവശ്യമായ ചെലവില്ലാത്തതുകൊണ്ടാണ് ഇത്രയും സ്വത്തുണ്ടായത്. രാജ്യത്ത് അവശ്യ മരുന്നുകളുടെ വില കൂടും. നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റിയാണ് വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. 10% വിലയാണ് വർദ്ധിക്കുക. പനി, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം ഉൾപ്പെടെയുള്ള അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന 800ഓളം മരുന്നുകൾ
ഈ പട്ടികയിലുണ്ട്. രാജ്യത്ത് പാരസെറ്റമോൾ ഉൾപ്പെടെയുള്ള 800-ലധികം അവശ്യമരുന്നുകളുടെ വിലയാണ് വർദ്ധിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ പുതുക്കിയ വില പ്രാബല്യത്തിൽ വരും. ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റിയാണ് വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. 10.7% ഓരോ മരുന്നിനും വില വർദ്ധിക്കുക. പനി, അലർജി, ഹൃദ്രോഗം, ത്വക്ക് രോഗം, വിളർച്ച എന്നിവയ്ക്കുൾപ്പെടെ നൽകുന്ന മരുന്നുകളുടെ വിലയാണ് വർദ്ധിക്കുന്നത്. മരുന്ന് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സംയുക്തങ്ങൾക്ക് 15% മുതൽ 130% വരെ വില കൂടിയ പശ്ചാത്തലത്തിലാണ് തീരുമാനം. വേദനസംഹാരികൾ, ആന്റിബയോട്ടിക്കുകൾ, ആന്റി ഇൻഫെക്റ്റീവ് മരുന്നുകൾ എന്നിവയ്ക്ക് ഉൾപ്പെടെ കഴിഞ്ഞ വർഷം 20% വരെ വില ഉയർന്നിരുന്നു. വാണിജ്യ വ്യവസായ മന്ത്രാലയം സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ ഓഫീസ് നൽകിയ മൊത്തവില സൂചികയുടെ അടിസ്ഥാനത്തിലാണ് പുതുക്കിയ വില നിശ്ചയിക്കുന്നത്. ന്യൂസ് 18 ഡൽഹി. അപേക്ഷകളിൽ താഴ്മയായി അപേക്ഷിക്കുന്നു എന്നത് ഒഴിവാക്കണമെന്ന് സർക്കാർ. പകരം അപേക്ഷിക്കുന്നു അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുന്നു എന്നെഴുതണം. ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിൻ്റെതാണ് ഉത്തരവ്. വി അരുൺ ചേരുന്നു വിശദാംശങ്ങളുമായി. അരുൺ, എന്താണ് ഇത്തരമൊരു ഉത്തരവിന് കാരണം? എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? സർക്കാർ നൽകുന്ന അപേക്ഷകളിൽ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകുന്ന അപേക്ഷകളിൽ സാധാരണയായി താഴ്മയായി അപേക്ഷിക്കുന്നു എന്നത് എഴുതാറുണ്ട്. വർഷങ്ങളായി തുടരുന്ന പതിവാണത്. ഇനി അത് വേണ്ട എന്നാണ് സർക്കാർ തീരുമാനം. അതിനു പകരം വിവിധ ആവശ്യങ്ങൾക്കായി അപേക്ഷ സമർപ്പിക്കുമ്പോൾ താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന പദം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കി പകരം അപേക്ഷിക്കുന്നു അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുന്നത് ഉപയോഗിക്കണം. ഇതാണ് സർക്കാരിന്റെ നിർദ്ദേശം. ഇതിനെ എല്ലാ വകുപ്പ് തലവന്മാർക്കും സർക്കാർ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് നിർദ്ദേശം നൽകി. ജനങ്ങളെ സേവിക്കേണ്ടവരാണ് ഉദ്യോഗസ്ഥർ, അല്ലാതെ ജനങ്ങളെ ഭരിക്കേണ്ടവരല്ല എന്ന തദ്ദേശ വകുപ്പ് മന്ത്രി പലതവണ ഈ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു എന്ന പദങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അപേക്ഷിക്കുന്നു എന്ന് മാത്രം സർക്കാർ നൽകുന്ന അപേക്ഷകൾ എഴുതിയാൽ മതി എന്ന സർക്കാർ തീരുമാനം. ശരി, വിവരങ്ങൾ നൽകിയത് വി അരുൺ. യാത്രക്കാരെ വലച്ച് സ്വകാര്യ ബസ് സമരം തുടരുന്നു. നിരക്ക് വർധന നടപ്പിലാക്കാതെ സമരം പിൻവലിക്കില്ലെന്നും സർക്കാരിന് പിടിവാശിയാണെന്നും സമരക്കാർ ആരോപിച്ചു. സമരത്തിന് പിന്നിൽ സംഘടനാ നേതാക്കളുടെ സ്ഥാപിത താൽപര്യങ്ങളാണെന്ന് മന്ത്രി ആന്റണി രാജു കുറ്റപ്പെടുത്തി. അതിനിടെ KSRTC വരുമാനം കുത്തനെ കൂടി. 3 ദിവസം പിന്നിടുമ്പോഴും സമരം തുടരുമെന്ന നിലപാടിൽ തന്നെയാണ് സ്വകാര്യ ബസ് ഉടമകൾ. ഗതാഗത മന്ത്രിയുടെ പിടിവാശിയാണ് സമരത്തിന് കാരണം. മന്ത്രി നൽകിയ ഉറപ്പുകൾ പാലിച്ചിട്ടില്ല. ഞങ്ങൾ ഒരു കാരണവശാലും ഈ സമരത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. ഇത് സമരമല്ല, ഇത് ഞങ്ങളുടെ ഒരു അതിജീവനത്തിനുള്ള പോരാട്ടമാണ്. ഈ മാസം 30-ന് ഇടതുമുന്നണി യോഗം ചേർന്ന് നിരക്ക് വർധന ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇതറിയാമായിരുന്നിട്ടും ബസ് ഉടമകൾ സമരത്തിനിറങ്ങിയത് സംഘടനാ നേതാക്കളുടെ സ്ഥാപിത താൽപര്യം മൂലമാണെന്നും ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. ഇപ്പോൾ ഈ സമരം ചെയ്യുന്നതിന്റെ പിന്നിലെ ലക്ഷ്യം മറ്റു ചിലതാണ്. അത് ചില സംഘടനാ നേതാക്കന്മാരുടെ സ്ഥാപിത താല്പര്യമാണ് ഇതിന്റെ പിന്നിൽ. അതായത് തങ്ങൾ സമരം ചെയ്തിട്ടാണ് ഇത് ഫെയർ റിവിഷൻ ഉണ്ടായത് എന്ന് ബസ്സുടമകളെ ബോധ്യപ്പെടുത്താനുള്ള സ്ഥാപിത താല്പര്യമാണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യം. സ്വകാര്യ ബസ് സമരം നേട്ടമായത് KSRTCക്കാണ്. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് വരുമാനത്തിൽ വൻ വർധനയാണ് ഉണ്ടായത്. 24-ാം തീയതി 6,17 ലക്ഷം രൂപയും ഇന്നലെ 6,78 ലക്ഷം രൂപയുമായിരുന്നു കളക്ഷൻ ലഭിച്ചത്. KSRTCയുടെ പ്രതിദിന ശരാശരി വരുമാനം 5 കോടി രൂപയായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമലയിലെ വഴിപാട് നിരക്കുകൾ വർദ്ധിപ്പിച്ചു. പുതിയ നിരക്കുകൾ അടുത്ത മാസം 10 മുതൽ പ്രാബല്യത്തിൽ വരും. നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിലും 5 വർഷമായി നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ലെന്നും ഈ സാഹചര്യത്തിലാണ് വർധനയെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. എന്നാൽ കോവിഡിനെ തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് നിരക്ക് വർധനയ്ക്ക് കാരണമെന്നാണ് വിവരം. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. എറണാകുളം ചേരാനല്ലൂരിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞു. ഇടയക്കുന്നം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കുന്നതിനിടെയാണ് മാറാടി അയ്യപ്പൻ എന്ന ആനയിടഞ്ഞത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ മയക്കുവെടിവെച്ചാണ് ആനയെ തളച്ചത്. മതിൽ തകർക്കുകയും മരങ്ങൾ നശിപ്പിക്കുകയും ചെയ്ത ആന ഏറെ നേരം പരിഭ്രാന്തിയുണ്ടാക്കി. ആനയെ തളച്ചതിന് തൊട്ടുപിന്നാലെ ഞങ്ങളുടെ പ്രതിനിധി സനോജ് സുരേന്ദ്രന്റെ റിപ്പോർട്ട്. എനിക്ക് പിന്നിൽ കാണുന്ന മാറാടി അയ്യപ്പൻ എന്ന ആനയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇടഞ്ഞത്. ഇടയകുന്നത്ത് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന ഉച്ചയ്ക്ക് ശേഷം ഇടയുകയായിരുന്നു. 3 മണിക്കൂറോളം പരിഭ്രാന്തി പുലർത്തിയ ആനയെ പിന്നീട് മയക്കുവടി വെച്ച് തളച്ചാണ് നിയന്ത്രിച്ചത്. ഇപ്പോൾ ക്ഷേത്ര ഭാരവാഹികളൊക്കെ തന്നെ
നമുക്കൊപ്പമുണ്ട്. അവരോട് ചോദിക്കാം സംഭവത്തെ സംബന്ധിച്ച്. എന്തായിരുന്നു ഇവിടെ സംഭവിച്ചത്? ഏതാണ്ട് 3 മണിയോടുകൂടി ഈ ശീവേലി ചടങ്ങിന് മുമ്പായിട്ട് ആനയ്ക്ക് വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് ആനയെ കൊണ്ടുവന്നത്. ഇവിടെ വെച്ചിട്ടാണ് ആന അക്രമാസക്തമാവുകയും തുടർന്ന് ഏതാണ്ട് 3 മണിക്കൂറോളം ഇവിടെ റൗണ്ട് ചെയ്ത് മുഴുവൻ സ്റ്റേജ്, വാട്ടർ ടാങ്ക്, കസേരകൾ, സ്പീക്കറുകൾ എല്ലാം ഏതാണ്ട് നശിപ്പിച്ചു. ഈ ആന ഇങ്ങനെ പരിഭ്രാന്തി സൃഷ്ടിക്കുമ്പോൾ ഈ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ഭക്തരുണ്ടായിരുന്നു? കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ ജീവനക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി നാട്ടുകാർ മുഴുവൻ ക്ഷേത്രത്തിന് പുറത്തായിരുന്നു. അപ്പോൾ ആന പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ആർക്കും പരിക്ക് പറ്റിയില്ല എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. ആനപ്പാപ്പാമാരുടെ സമയോചിതമായ ഇടപെടൽ മൂലം വേറെ അധികം നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അത് തന്നെ ദൈവഭാഗ്യമെന്ന് ഞങ്ങൾ കരുതുന്നു. എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവാതെ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് ക്ഷേത്ര ഭാരവാഹികളൊക്കെ തന്നെ. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി.